ഇല്ല, കോൺഗ്രസിൻ്റെ ഞാൻ അന്നും പറഞ്ഞത് അങ്ങനെയാണ്. ആ നെക്സസ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇപ്പോഴും മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞത് കേരളത്തിലെ പ്രബലമായിട്ടുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രബലരായിട്ടുള്ള ചില നേതാക്കന്മാർ തമ്മിൽ വലിയ നെക്സസ് ഉണ്ട്. ആ നെക്സസാണ് കേരളത്തിലെ ജനങ്ങൾക്ക് നീതി കിട്ടാത്തത്. അതിലെല്ലാവരുമുണ്ട്. എന്നാൽ എല്ലാ പാർട്ടിയിലെയും ചിലരാ വിഷയത്തിലുണ്ട്, ഇപ്പോഴുണ്ട്. അതാത് പാർട്ടികൾ തിരിച്ചറിഞ്ഞാൽ അത് ഏറ്റവും നല്ലതാണ്. അത് ഇപ്പോൾ UDF നേതൃത്വം പലരെയും തിരിച്ചറിയുന്നുണ്ട്, അത് കാണുന്നുണ്ട്. അതില്ല എന്ന് പറയാനൊന്നും ഞാനില്ല. അതിൽ ഏറ്റവും അതിശക്തമായി ആ നെക്സസ് പ്രവർത്തിക്കുന്നത് ഇപ്പോൾ ഈ പറയുന്ന BJP, RSS, പിണറായി, ആ അച്ചുതണ്ടാണ്, CPM അച്ചുതണ്ട്. അതൊക്കെ കഴിഞ്ഞു പോയത്. രാഷ്ട്രീയത്തിലെ അഭിപ്രായങ്ങളും നിലപാടുകളും അത് ഇരുമ്പൊലൊക്കെ പോലെ എങ്ങനെയൊന്നും നിൽക്കില്ല. രാഷ്ട്രീയ സാഹചര്യത്തിനനുസരിച്ച് ഇപ്പോൾ ആ സാഹചര്യത്തിന് അത് മാറ്റേണ്ടി വരും. പൊതുസമൂഹം ഒന്നടങ്കം ഒരു വിഷയത്തെ നേരിടുമ്പോൾ, പ്രതിസന്ധിയെ നേരിടുമ്പോൾ, ഞാൻ പണ്ടത് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് ആ വടിയും പിടിച്ചല്ല നിൽക്കേണ്ടത്. അത്തരത്തിലുള്ള ആളുകളെ കൂടി ഒരുമിച്ച് അല്ലെങ്കിൽ അവരുടെ കൂടെ ചേർന്നിട്ട് ഈ സാമൂഹ്യ തിന്മയ്ക്കെതിരെ പോരാടുക എന്നതാണ് ഒരു പൊതുപ്രവർത്തകൻ്റെ ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കും. താങ്കൾ പ്രതിപക്ഷ നേതാവിനെതിരെ, രാഹുൽ ഗാന്ധിക്കെതിരെ പറഞ്ഞ കാര്യങ്ങൾ അത് തിരുത്താൻ തയ്യാറാണെങ്കിൽ താങ്കളുമായി യോജിക്കുന്നതിൽ മറ്റ് യോജിപ്പുകളൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. പ്രതിപക്ഷ നേതാവിനെതിരെ താങ്കൾ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നത്. അല്ല, നമ്മൾ ഭരണപക്ഷത്തിരിക്കും പ്രതിപക്ഷത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ ചൂണ്ടിക്കാട്ടല്ലോ. അതിപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. അതിനപ്പുറം ആർക്കും പോസ്റ്റ് ഇടാനുള്ള അവകാശം കേരളത്തിലുണ്ടല്ലോ. അത് അദ്ദേഹം അങ്ങനെ പോസ്റ്റ് ഇട്ടിട്ടുണ്ടാവും. ഇന്ന് പിന്നെ വേറെ ആരും ലീഡർഷിപ്പിന് ആരെയും വിളിച്ചിട്ടില്ല. ഇവിടെ പരിസരത്ത് കോഴിക്കോട്, തൃശ്ശൂർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണും, ഉണ്ടാവുമെന്ന് പരീക്ഷിക്കും. അല്ലെങ്കിൽ തങ്ങളെ കാണും. 1 മണിയാണ് ഏകദേശം സമയം പറഞ്ഞില്ലേ. ഈ സമയം മാറിയാൽ അത് ഭയങ്കര സംഭവമാക്കാൻ നിൽക്കണ്ട. ഇപ്പം നമ്മുടെ വന്ന് ഇരിക്കുമ്പോഴാണ് വിളിക്കുന്നത്, നിങ്ങൾ കണ്ടതാണ്. അതൊക്കെ UDFിലെ കാര്യം ഞാൻ എങ്ങനെയും പറയാം. എനിക്കിപ്പോൾ അത് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, UDF ലീഡർഷിപ്പ് എടുക്കേണ്ട തീരുമാനം. ഞാൻ അങ്ങോട്ടേക്കാണോ തോണി തിരുനക്കരക്കാണോ അതോ തോണി മറിയോ എന്ന് നോക്കിയിട്ടാണ് ആളുകൾ നിൽക്കുന്നത്. ആ ആളുകളൊക്കെ ഒരു വഞ്ചിയിൽ കയറണമെങ്കിൽ ഞാൻ ഈ പറയുന്ന സംവിധാനത്തിന് UDF നേതൃത്വം അതിന് ഒരു കവചം, ഒരു സംരക്ഷണ കവചം ഒരുക്കേണ്ടതുണ്ട്. ആ സംരക്ഷണ കവചം UDF ഒരുക്കിയാൽ ഞാൻ ഈ പറയുന്ന മലയോര മേഖലയിലെ ഈ 100-100 ജില്ലാനും ഈ കർഷക സംഘടനകൾ, ഈ പറയുന്ന ദളിത് സംഘടനകൾ, ഈ SC വിഭാഗത്തിൽപ്പെട്ട നേതാക്കന്മാർ, ഇവരെയൊക്കെ നമുക്കൊരു പ്ലാറ്റ്ഫോമിൽ ഒരുക്കാൻ പറ്റും. CPMലെ വലിയ വിഭാഗം പ്രവർത്തകർ ശ്വാസം മുട്ടി നിൽക്കുകയാണ്. ശ്വാസം മുട്ടിയിട്ട് നിങ്ങൾ കണ്ടല്ലോ എന്നാൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴുള്ള അവസ്ഥയൊക്കെ. കാരണം ജനങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ട്. പ്രതികരിക്കാനുള്ള ശേഷി അവർക്ക് അവരുടെ ജീവിത സാഹചര്യം കൊണ്ടില്ല. അപ്പോൾ ആ സാഹചര്യം പ്രതികരിക്കാനുള്ള ശേഷി അവർക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ട ധാർമ്മിക ഉത്തരവാദിത്വം UDF ലീഡർഷിപ്പിനുണ്ട്. അത്രേ ഞാൻ പറയുന്നുള്ളൂ. അത് അവരാണ് ആലോചിക്കേണ്ടത്. ഒരിക്കലും ഒറ്റയ്ക്കല്ല. അല്ല, അദ്ദേഹം രാജിവെക്കുന്നതായിരിക്കും അദ്ദേഹത്തിന് ഏറ്റവും നല്ലത്. എന്തിനാണ് അദ്ദേഹം ഈ മന്ത്രിയായി നടക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, 1.5-2 ലക്ഷം രൂപ അദ്ദേഹം ശമ്പളം വാങ്ങുന്നുണ്ടല്ലോ, അല്ലേ? ഇപ്പം ഇതെല്ലാം കഴിഞ്ഞ് പലപ്പോഴും ഇപ്പം ഈ നടന്ന സംഭവങ്ങളിൽ ഈ പറയുന്ന പല MLA-മാരും അവിടെ ഇടപെട്ടിട്ട് അവരുടെ ശമ്പളം അടക്കം അവിടുത്തെ പിരിവെടുത്തിട്ട് അവർ ലോക്കലായിട്ട് ഇവർ സപ്പോർട്ട് ചെയ്തു. 1 രൂപ ഇത്രയും വലിയ മാനസിക പ്രശ്നങ്ങളുണ്ടായത് എടുത്ത് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ അത്തരത്തിലൊരു മാനസിക ഇടപെടൽ. അദ്ദേഹത്തിന് അധികാരം, ആ കാറ്, ആ വീട്, മനസ്സിലായോ? അതിലപ്പുറം ഞാനെന്താ പറയുക, വ്യക്തിപരമായിട്ടൊന്നും ഞാൻ പറയാം. അദ്ദേഹത്തെക്കുറിച്ചൊക്കെ തിരുവനന്തപുരത്ത് നിന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നത് നിങ്ങളൊക്കെ കേൾക്കുന്നുണ്ടാവും. അദ്ദേഹം ഒരു ഘട്ടത്തിൽ മന്ത്രിസഭയിൽ നിന്ന് പുറത്തായ ആളാണ്. എന്തിനാണ് പുറത്തായത് നിങ്ങൾക്കൊക്കെ അറിയാം. ഞാൻ പറയണ്ടല്ലോ എന്തിനാണ് പുറത്തായതെന്നുള്ളത്. അപ്പോൾ ഇവരൊക്കെ സുഖജീവിതം നയിക്കാൻ അങ്ങനെ ഉണ്ടെങ്കിൽ എന്തിനാ ഈ പാവപ്പെട്ട മനുഷ്യരെ കൊല്ലാൻ കാവലിരിക്കുന്ന മന്ത്രിയാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ മലയോര സമൂഹത്തെ കൊല്ലാൻ കാവലിരിക്കുന്ന, ശരിക്കും കൊലപാതകമല്ലേ മണിൻ്റെ നടന്നിരിക്കുന്നത്? രക്തം വാർന്നൊഴുകിയിട്ടാണ് മരിക്കുന്നത്. ആ കൊലപാതകത്തിന് ഉത്തരം പറയണ്ടേ? ആ ഉദ്യോഗസ്ഥരുടെ പേരിൽ കേസെടുക്കണ്ടേ? എന്തെങ്കിലും ഒരു നിലപാട് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്, ഉദ്യോഗസ്ഥന്മാർക്ക് ഇതിൽ ഉത്തരവാദിത്തമുണ്ട്. ഇത്തരത്തിലുള്ള ഒരു കേസിൽ അവിടെ പബ്ലിക് ലിറ്റിഗേഷൻ പോയ സമയത്ത് ഒരാളൊരു ഉദ്യോഗസ്ഥൻ്റെ പേരിൽ ഇയാൾ നടപടി എടുത്തിട്ടുണ്ടോ?
അയാൾക്ക് എടുക്കാൻ കഴിയില്ല. കാരണം ഈ പറയുന്ന മാഫിയ സംഘത്തിൻ്റെ തലവൻ ഇയാളാണ്. ഈ പറയുന്ന ഫോറസ്റ്റിൻ്റെ സകല മാഫിയ തലത്തിൻ്റെയും തലവൻ, ഒരു മാഫിയ തലവൻ്റെ രൂപത്തിലാണ് കേരളത്തിലെ വനമന്ത്രി ഉള്ളത്. അതാണ് ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതൊന്നും ഇപ്പം ഞാൻ പറയേണ്ട കാര്യമില്ല. അതൊക്കെ ആലോചിച്ചിട്ട് തീരുമാനിക്കും. അത് UDF-നോട് ഞാൻ പറയാനുള്ള കാര്യങ്ങളും ഞാൻ ഈ വിഷയത്തിൽ കണ്ടിട്ടുള്ള എന്താ പറയുക സാഹചര്യങ്ങളും അത് നമ്മൾ വിസ്തരിക്കുന്നുണ്ട്. അതിനുശേഷം അവരുമായി കൂടിയാൽ ഞാൻ പറഞ്ഞില്ല, ഞാനൊരു പ്രവർത്തകനായിട്ട് പോലും നിൽക്കാൻ തയ്യാറാണ്. അത് പിന്നെ കുഴപ്പമില്ലല്ലോ. അല്ല അത് ആലോചനകൾക്ക് ശേഷം അങ്ങനെ റിക്വസ്റ്റ് വരികയാണെങ്കിൽ കത്ത് കൊടുക്കും. അല്ല അതൊക്കെ പാരലായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ അപ്പോൾ ഈ സമരം നടന്നത്. നിങ്ങൾക്ക് അറിയാലോ. ഓ കാണാൻ പരിശ്രമിക്കുക. ഈ ആഴ്ച ഈ 2 ദിവസങ്ങളിൽ കാണാൻ നോക്കും. ഓക്കെ. ഇല്ല ഇപ്പം 1 മണിക്കൂറിനുള്ളൂ.